ഹലോ ഫ്രണ്ട്സ്, ഹാരീസ് ഫൈൻ ആൻഡ് സെയിൽസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ്. ആൾക്കാർ എപ്പോഴും ആദ്യം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FD ആയിരിക്കും. അതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് തരുന്ന ഗവൺമെൻറ് ബോണ്ടുകളുണ്ട്. അത് 1 കൊല്ലത്തേക്കുള്ളുണ്ട്, 7 കൊല്ലത്തേക്കുള്ളുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ICICIdirect ആണ്. അപ്പോൾ ICICIdirect ആപ്പ് എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഏഞ്ചൽ ബ്രോക്കിംഗ് ആയിക്കോട്ടെ, ഏതാണ് യൂസ് ചെയ്യണേ, കറസ്പോണ്ടിങ് FD ആൻഡ് ബോണ്ട് എന്ന് പറഞ്ഞ സെക്ഷൻ അവർക്കുണ്ടാവും. FD ഉണ്ടാവില്ല, ബോണ്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സെക്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ എടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് കാണാൻ സാധിക്കും. പ്രൈവറ്റ് ആയിട്ടുള്ള ഇതാണ് ശ്രീറാം ഫൈനാൻസ് ലിമിറ്റഡ്, ബജാജ്, ഇവരൊക്കെ ഗവൺമെൻറ് ബോണ്ടുകളെക്കാളും കൂടുതൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നതായിരിക്കും. ടെനൂർ 1 to 5 years ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്കാർ ചെയ്യുന്നതിനേക്കാളും വെച്ചാൽ സെക്യൂരിറ്റി കൂടുതൽ, റേറ്റ് കുറവാണെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളായിരിക്കും. ഞാൻ ഗവൺമെൻറ് ബോണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ. നമുക്ക് ആദ്യം കിടക്കുന്നത് നോക്കാം. 7 കൊല്ലം ടെനറുള്ള 1000 രൂപ മിനിമം ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന ഇതുണ്ട്. 8.05% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. പിന്നെ T-bill എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസും ട്രഷറി ബിൽസും ആണ്. അത് നമുക്ക് അതിനകത്ത് പലതും കാണാൻ സാധിക്കും. ഓരോന്നിൻ്റെ ചാർജ് നമുക്ക് ഇത് 1 കൊല്ലത്തേക്ക് ചെയ്യുന്നതിന് 7.12% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. ഇവിടെ 6.94 ഇതിനാണ് നോക്കി. ഈ റേറ്റിങ്ങുകൾ നിങ്ങൾ നോക്കണം. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ റേറ്റിംഗും വേറെ പലതിൻ്റെ റേറ്റിംഗ് നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് റേറ്റിംഗ് അറിയാൻ പറ്റും. ഈ കോർപ്പറേറ്റ് ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ വേറൊരു സെക്ഷൻ തന്നെയുണ്ട്. പല കോർപ്പറേറ്റ് കമ്പനികളുടെയും ബില്ല് ബോണ്ടുകൾ ഇതൊക്കെ കൂടുതൽ ശതമാനം 8.17, 7.09 ഇവിടെ റേറ്റിംഗ് കാണാൻ സാധിക്കും. ട്രിപ്പിൾ A റേറ്റിംഗ് ഉണ്ട്, AA+ റേറ്റിംഗ് ഉണ്ട്. ട്രിപ്പിൾ A നോക്കി എടുക്കുകയാണ് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ MTL 8% ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ്, ബോണ്ട് ഓൺ എക്സ്ചേഞ്ച് എന്നുള്ള അങ്ങനെ സെക്ഷനിൽ നമുക്ക് നോക്കാൻ സാധിക്കും. കൂപ്പൺ നോക്കി 9.4% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, 8.5. ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫൈനാൻസിൻ്റെ ആണ് ഇത്, 9.4%. മച്യൂരിറ്റി ഡേറ്റ്, ലാസ്റ്റ് ട്രേഡർ പ്രൈസ് 1500 രൂപയ്ക്ക്. കമ്മ്യൂണിറ്റിയിലല്ല, നമ്മുടെ ETF എക്സ്റ്റൻഡഡ് ട്രേഡ് ഫെസിലിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. ഇത് ഈൽഡ് ഉള്ളത് 10.13. ഞാനിപ്പോൾ ഏറ്റവും നമുക്ക് സേഫ് ആയിട്ടുള്ളത് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആദ്യം അത് കാണിച്ചു തരാം. നമ്മുടെ ഫിക്സഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തന്നെ എടുത്തു. ഇപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഈ 8.05 ഉള്ളത് ഇൻവെസ്റ്റ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുവാണ്. നമുക്ക് കാണാൻ സാധിക്കും അവർ ആദ്യം കാണിച്ചേക്കുന്നത് നമ്മളൊരു 5000 രൂപ ചെയ്ത് കാണിച്ചു തരാം. 5000 രൂപ ചെയ്യുവാണെങ്കിൽ ഹാഫ് ഇയർലി നമുക്ക് 210 രൂപ കിട്ടും. അതായത് ഏകദേശം 8%, 8.05% ആണ് കറണ്ട് റേറ്റ് കിട്ടുന്നത്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അടിയിൽ ഈ ബൈ എന്നുള്ള ഓപ്ഷൻ കാണാമല്ലോ, ആ ബൈയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാനായിട്ട് 5000 രൂപയാണ് ആഡ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 6000 രൂപ കിടക്കുന്നത്, അത് വേറെ ട്രേഡിന് വേണ്ടി ബ്ലോക്ക് ചെയ്ത് കിടക്കണമെന്നാണ് ഇത് കാണിച്ചത്. അല്ലെങ്കിൽ അവിടെ കാണിക്കുന്നത് ആഡ് കൊടുത്തു. ആഡ് ചെയ്യുകയാണ്, സബ്മിറ്റ് കൊടുത്തു. ഫണ്ട് അലോക്കേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഇനി താഴെയുള്ള ബൈ കൊടുത്തു. ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഓർഡർ ബുക്കിനകത്ത് പോയി നോക്കാം. കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ബോണ്ടുകളുടെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂർ ആയിരിക്കും, ഗവൺമെൻറ്റിൻ്റെ ആണ്. അപ്പോൾ പിന്നെ ഇത് ടാക്സബിൾ ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പോൾ അതും നോക്കി നിങ്ങൾക്ക് മേടിക്കാം. ടാക്സബിൾ അല്ലാത്ത കുറച്ച് ഗവൺമെൻറ് ട്രഷറി ബിൽസൊക്കെ ഉണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ബാക്ക് വന്നു. ഞാനെൻ്റെ ഇതാണ് അടിയിൽ ഓർഡർ ബുക്ക്, അവിടെ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓർഡേഴ്സ് കൊടുത്തു. എക്സിക്യൂട്ടറിൻ്റെ അകത്ത് നോക്കുമ്പോൾ സോറി, മ്യൂച്വൽ ഫണ്ട്, FD ബോൺസ്. ഓക്കെ, സെക്ഷൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യണം. ഞാൻ അതാ പറ്റിയത്, ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി.
ഇത് ഓർഡർ എന്നാണ് കാണിക്കുന്നത്. പർച്ചേസ് അങ്ങനെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഡേറ്റ് ഓഫ് റിക്വസ്റ്റ് കിടക്കുന്നത് ഇന്നത്തെ ഡേറ്റ് ആണ്. 8.05% സെമി ആനുവലാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ ഓക്കെ, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. നമ്മുടെ ഇതിലേക്ക് വന്നു, പോർട്ട്ഫോളിയോയിലേക്ക് വന്നു നോക്കാം. ക്യാൻസൽ പോർട്ട്ഫോളിയോ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ഇവിടെ നോ ഡേറ്റ ഫോൺ എന്നാണ് വന്നേക്കുന്നത്, കാരണം അത് ആടായി വന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അത് വന്നോളുമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പ്രൊസീജിയർ ഇതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അറിയാവുന്നവരുടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു. പിന്നെ ICICIdirect അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. പിന്നെ ഇതിന് മുമ്പ് സോവർജിൻ ബോണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള വീഡിയോ തന്നെ, അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, സീ യു.